ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വൈജയ്ക്ക് കുറേയൊക്കെ സംശയങ്ങളൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങുകയാണ് കേട്ടോ. എന്തെങ്കിലും സംശയം ബാലചന്ദ്രന് തന്നെക്കുറിച്ചുണ്ടോയെന്നും തൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചിട്ട് ബാലചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ള സംശയം വൈജയുടെ മനസ്സിൽ വരികയാണ്. അത് വരാൻ കാരണം മറ്റൊന്നുമല്ല കേട്ടോ, രോഹിത്തും ഈ സത്യങ്ങളൊക്കെ അറിയാണ്. ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും രോഹിത്തിനോട് പറയാണ്. അലീന രോഹിത്തിൻ്റെ സ്വന്തം സഹോദരിയാണെന്നും വൈജ പ്രസവിച്ച കുഞ്ഞാണെന്നും ഒക്കെ ഉള്ള വിവരം രോഹിത്ത് അറിയുകയാണല്ലോ. അപ്പോൾ രോഹിത്ത് അത് അർത്ഥം വെച്ച് അമ്മയോട് ചോദിക്കുന്നുണ്ട്. അമ്മ വിവാഹത്തിന് മുമ്പ് മറ്റൊരു ആളുമായുള്ള ബന്ധത്തിൽ അമ്മ ഒന്ന് പ്രസവിച്ചതാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ രോഹിത്ത്. അത് കേൾക്കുമ്പോൾ വൈജ ഞെട്ടിപ്പോവാണ് കേട്ടോ. പിന്നെ വൈജയ്ക്ക് ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ കൂടിയൊക്കെ പോവുകയും പല കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീനയെ കൊണ്ടുപോയി വിട്ടിരിക്കുകയാണ് കേട്ടോ. പുനലൂർക്ക് കൊണ്ട് വിട്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ബാലചന്ദ്രൻ പോയി അലീനയെ അന്വേഷിക്കുന്നുമുണ്ട്. കാരണം സ്റ്റാൻലിയുടെ അടുത്താണെങ്കിൽ പോലും അലീനയെ പോയി കാണുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റാൻലിക്ക് അത് അത്ര പിടിക്കുന്നൊന്നുമില്ല കേട്ടോ, ബാലചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നതൊന്നും. പക്ഷേ അങ്ങനെ പോയിട്ട് വരുന്നത് വൈജയ്ക്ക് സംശയം ഉണ്ടാക്കുകയാണ്. വൈജ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഒരു വീട്ടുവേലക്കാരിയെ കൊണ്ടുവന്ന് ഇവിടെ അവിടെ വിട്ടിട്ട് പിന്നെ എപ്പോഴും പോയി അന്വേഷിക്കുന്നത്? ഇതിനു മുമ്പും പലപ്പോഴും ഇവിടെ പലരും വീട്ടുവേലക്കാർ നിന്നിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും ബാലചന്ദ്രൻ ഇതുപോലെ പോയി അന്വേഷിച്ചിട്ടില്ല. ഇവളോട് മാത്രം എന്താ ബാലചന്ദ്രൻ ഇത്ര താല്പര്യം? അല്ല, എന്താ താല്പര്യം? അല്ല, എവിടെയാണ് ഇവളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ലോഡ്ജിലോ മറ്റോ ആയിരിക്കും. അങ്ങോട്ടായിരിക്കും ബാലചന്ദ്രൻ പോകുന്നത് വിശേഷങ്ങൾ അറിയാൻ എന്നൊക്കെ ഇങ്ങനെ വൈജ പറയുക. ബാലചന്ദ്രനപ്പം ഓരോ പ്രാവശ്യവും ഈ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പം വൈജ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അലീനയെ കൊണ്ട് അവിടെ വിട്ടിട്ടുണ്ടെങ്കിലും ഈ കുട്ടികൾക്ക് അലീനയെ വലിയ ഇഷ്ടമാണ്. രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഒക്കെ. അവരെപ്പോഴും അലീനയുടെ കാര്യം ചോദിച്ചിട്ടും ബാലചന്ദ്രനൊരു മറുപടി പറയുന്നില്ല. എവിടെയാ അവളെ കൊണ്ട് താമസിപ്പിച്ചതെന്നോ അവളുടെ വീടിൻ്റെ അഡ്രസ്സോ ഒന്നും കുട്ടികളോട് പോലും പറയുന്നില്ല. അല്ല, അവരെ ആരെയും ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന പോലുമില്ല ഒരു പ്രാവശ്യം പോലും. ഇതിലൊക്കെ എന്തെങ്കിലും കള്ളത്തരമുണ്ടെന്ന് ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുക. ബാലചന്ദ്രൻ ഒരക്ഷരം പറയാതെ കയറി പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രോഹിത്തിന് സംശയം തോന്നുകയാണ്. രോഹിത്ത് മനസ്സിൽ വിചാരിക്കുക, ശരിക്കും ഈ കാര്യത്തെക്കുറിച്ച് അച്ഛനോട് ചോദിക്കണം. എന്തുകൊണ്ടാണ് അലീന ചേച്ചിയെ കൊണ്ട് താമസിപ്പിച്ചിടത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകാത്തത് എന്ന്. അങ്ങനെ രോഹിത്ത് ചെന്ന് ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്, രോഹിത്തിൻ്റെ മനസ്സിലും സംശയത്തിൻ്റെ മുൾമുനയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനോട് സത്യങ്ങളെല്ലാം പറയാം. ഇനിയിപ്പം ഒരു ഹൃദയത്തിന് അസുഖമുള്ള ആളാണ് ഞാൻ. എപ്പോഴോ ഏത് നിമിഷമോ മരണം സംഭവിക്കാം. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ വിവരങ്ങളൊക്കെ ഒരാൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അതുകൊണ്ട് ഇവനോട് തന്നെ പറയാമെന്ന് പറയുക. അങ്ങനെ അമ്മയുടെ പൂർവ്വകാല ചരിത്രം മുഴുവൻ രോഹിത്തിനോട് പറയാണ് കേട്ടോ. വൈജ പ്രസവിച്ച കുട്ടിയാണ് അലീന എന്നുള്ള കാര്യം പറയാണ്. അത് കേൾക്കുമ്പോൾ രോഹിത്ത് ഞെട്ടിപ്പോവാണ്. വിവാഹത്തിന് മുമ്പ് അമ്മയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നെന്നും അതിൽ അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടായിരുന്നെന്നും അതാണ് അലീന ചേച്ചിയെന്നും അറിയുമ്പോൾ രോഹിത്തിന് വല്ലാതാവുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രോഹിത്ത് വളരെ മോശമായിട്ട് അലീനയോട് പെരുമാറിയിട്ടുണ്ട്. ഹരിയുമായിട്ട് ചേർന്ന് അലീനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ അലീന ചേച്ചിക്ക് താൻ സ്വന്തം അനുജനാണെന്ന് അറിയായിരുന്നു. എന്നിട്ട് ചേച്ചി അന്നേരം അതൊന്നും തുറന്നു പറഞ്ഞില്ല. എന്ത് മോശമായിട്ടാണ് ഞാൻ ചേച്ചിയോട് പെരുമാറിയത്, എനിക്കിപ്പം എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് നമ്മുടെ രോഹിത്ത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോനെ അതൊന്നും നീ ഇനിയിപ്പോൾ ആലോചിക്കണ്ട. അവൾ അങ്ങനെയൊന്നും നിന്നെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രോഹിത്തിനെ കൂട്ടിയിട്ട് ബാലചന്ദ്രൻ അലീനയെ കാണാൻ വേണ്ടി പുനലൂർക്ക് കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റാൻലിയുടെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് അലീനയെ. അതിനുശേഷം 2 ദിവസം രോഹിത്ത് അലീനയുടെ കൂടെ പുനലൂര് തന്നെ കൂടുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ തിരിച്ചും പോരാണ്. അപ്പോൾ രോഹിത്ത് തിരിച്ചു വരാത്തതിൽ വൈജയ്ക്ക് അസ്വസ്ഥതയുണ്ട്. വൈജ ചോദിക്കുന്നുണ്ട്, ഇവനെന്തിനാ അവിടെ പോയി കിടക്കുന്നത്? ഒരു വീട്ടു ജോലിക്കാരിയുടെ വീട്ടിൽ പോയി ഇവനെന്തിനാ താമസിക്കുന്നത്? ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ?
അല്ല, അവളുടെ കൂടെ പോയി നിൽക്കാൻ ഇവന് നാണയില്ലേ? ഇത്രയും നാളും ഇവിടെ നിന്നിട്ട് ഇപ്പം അവൻ പോയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ രോഹിത് 2 ദിവസം താമസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പം വൈജയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യുന്നില്ല. വൈജ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുക, അല്ല, നിന്റെ അച്ഛനെ പോലെ നീയും അവളുടെ അടുത്ത് പോയി താമസിക്കുവാണോ? അല്ല, അവളിവിടെ വന്ന് എന്ത് മായാജാലമാണോ കാണിച്ചത്? ഇവിടെയുള്ളവരെ എല്ലാവരെയും ഇങ്ങനെ മയക്കിയെടുക്കാൻ. ആദ്യം ബാലചന്ദ്രനെ മയക്കിയെടുത്തു, കൃഷ്ണമോളെ. പിന്നെ ദേഷ്യത്തിൽ നിന്ന രോഹിത്തിനെയും ബബിതയൊക്കെ അവൾ അങ്ങ് മയക്കിയെടുത്തു. ഇതിലൊക്കെ എന്ത് മാന്ത്രിക വിദ്യയാണ് ഇവൾ പ്രയോഗിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താ ഇത്? എടാ രോഹിത്തെ, നിനക്ക് നാണമില്ലല്ലോ അവളുടെ വീട്ടിൽ പോയി 2 ദിവസം നിൽക്കാൻ? അത്രയ്ക്ക് എന്ത് ബന്ധമാടാ നീയും അവളും തമ്മിലുള്ളത്? നിനക്ക് നാണമില്ലാതെ പോയിരിക്കുന്നു, അച്ഛനെ പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ് അനാവശ്യം പറയാൻ തുടങ്ങുകയാണ് വൈജ. അപ്പോഴേക്കും ഉടനെ രോഹിത് പറയുന്നുണ്ട്, അതിന് ഞാൻ അലീന ചേച്ചിയുടെ കൂടെ 2 ദിവസം നിന്നെന്ന് വെച്ച് അമ്മയ്ക്ക് എന്താ ഇപ്പം പ്രശ്നം? അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ എന്നും പറയാണ്. അപ്പോൾ ഉടനെ രോഹിത് പറയുന്നുണ്ട്, അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, അങ്ങനെ നീ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ ആരാ? നിന്റെ അച്ഛൻ്റെ അവിഹിതമോ അതോ അച്ഛൻ അവിഹിത ബന്ധത്തിലുണ്ടായ സന്തതിയോ? അച്ഛൻ്റെ ആദ്യത്തെ സന്തതിയാണെന്നൊക്കെ പറഞ്ഞല്ലോ, അത് തന്നെയാണോ സത്യം? ശരിക്കും ബാലചന്ദ്രൻ്റെ മോള് തന്നെയാണോ അവള്, അതോ ബാലചന്ദ്രൻ്റെ അവിഹിത ബന്ധമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഉടനെ രോഹിത് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ മോശമായിട്ടൊന്നും അച്ഛനെക്കുറിച്ച് പറയണ്ട എന്ന് പറയാണ്. അപ്പോഴേക്ക് വൈജ പറയാ, പിന്നെ എന്താടാ ഞാൻ പറയേണ്ടത്? ആരോ പിഴച്ചു പറ്റ സന്തതിയാ അവള്. അങ്ങനെയുള്ള ഒരുത്തിയുടെ അടുത്ത് പോയി നീ നിൽക്കേണ്ട കാര്യമുണ്ടോ? അഥവാ നിന്റെ അച്ഛൻ്റെ മോളാണെങ്കിൽ തന്നെ അവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ. അച്ഛൻ്റെ മോളാണെങ്കിൽ അങ്ങനെ. അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അമ്മയും കല്യാണത്തിന് മുമ്പ് മറ്റാരെങ്കിലുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്ന് പിഴച്ച് പ്രസവിച്ചതാണെങ്കിലോ, അല്ല അമ്മയ്ക്കും ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിക്കുക. പെട്ടെന്ന് വൈജ അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. ഇവൻ എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചതാണെങ്കിലോ എന്ന് ഇവൻ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ എൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് എന്നൊക്കെ ഇങ്ങനെ വൈജ ചിന്തിക്കുക. ഒരു നിമിഷം വൈജയ്ക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ ആവുകയാണ് കേട്ടോ. രോഹിത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വരുമ്പം ഉടനെ തന്നെ വൈജ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെന്താ രോഹിത്തെ നീ അങ്ങനെ ചോദിച്ചത്? നീ എന്താ ഇപ്പം പറഞ്ഞത്? നിന്റെ അമ്മ അല്ല, അമ്മയൊന്നും ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഒരവസ്ഥ അമ്മയ്ക്കുണ്ടായെങ്കിലോ, അമ്മയ്ക്കും ഒരു മോളുണ്ടായിരുന്നെങ്കിലോ, അമ്മ വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചതായിരുന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പം പിന്നെ വൈജയ്ക്കൊന്നും മിണ്ടാനില്ല. രോഹിത്താണെങ്കിൽ രോഹിത്തിൻ്റെ റൂമിലേക്ക് കയറി അങ്ങ് പോവാണ് ഇത്രയും ചോദിച്ചിട്ട്. വൈജ അവിടെ നിന്ന് വല്ലാതെ വിയർക്കാണ് കേട്ടോ. വൈജ ആലോചിക്കുകയാണ്, ഇവനെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിച്ചത്? ഞാൻ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചതാണോ എന്ന് ഇവൻ ചോദിക്കണമെങ്കിൽ ഇവൻ എൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമോ? അല്ല, ബാലചന്ദ്രനും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇനി അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കുമോ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇതൊക്കെ അറിയാമായിരുന്നത് രാവുണ്ണിയമ്മാവനും അമ്മായിക്കും ഒക്കെയാണ്. അവർ 2 പേരും മരിച്ചുപോയി. പിന്നെ ഉണ്ടായിരുന്ന ശിവേട്ടനും അതുപോലെ ഗംഗേട്ടനും മാലതി ചേച്ചിയൊക്കെയാണ്. അവരാരും ഈ വിവരം ബാലചന്ദ്രനോട് പറയില്ല. ഇല്ല, അവരാരും പറയില്ല. പിന്നെ അച്ഛനും മരിച്ചു പോയല്ലോ. പിന്നെ എങ്ങനെയായിരിക്കും ബാലചന്ദ്രൻ ഇത് അറിഞ്ഞിട്ടുണ്ടാവുക? ഏയ്, ബാലചന്ദ്രൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ല രോഹിത്ത്, ഇപ്പം ഇങ്ങനെ കുത്തി ചോദിക്കണമെങ്കിൽ അതെന്തായിരിക്കും? അല്ല, അതൊന്നും അറിയണമല്ലോ. ഇനി എന്തെങ്കിലും കാര്യം അവരാരെങ്കിലും ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടാവുമോ? അതാണോ ബാലചന്ദ്രൻ്റെ ഈ സ്വഭാവത്തിനുള്ള മാറ്റം എന്നൊക്കെ വൈജ ഇങ്ങനെ ചിന്തിക്കുകയാണേ. അങ്ങനെ ചിന്തിച്ചിട്ട് വൈജയ്ക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഒരുപാട് രാത്രിയായി. എല്ലാവരും കിടന്നു. മുകളിലത്തെ റൂമിലേക്കൊക്കെ നോക്കുമ്പം എല്ലാ റൂമിലും ലൈറ്റ് കെട്ടിയിരിക്കുകയാണ്. പക്ഷേ രോഹിത്തിൻ്റെ മുറിയിൽ മാത്രം വൈജ വെട്ടം കാണുന്നുണ്ട്. വൈജ പതുക്കെ സ്റ്റെപ്പ് കയറി മുകളിൽ രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുക. എന്നിട്ട് രോഹിത്തേന്ന് വിളിക്കുകയാണ്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? അല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ വൈജ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ 2 ദിവസം എന്തിനാടാ അവിടെ പോയി നിന്നത് എന്ന് ചോദിക്കും. അത് അലീന ചേച്ചിയുടെ വീട്ടിലല്ലേ പോയി നിന്നത്. 2 ദിവസം അവിടെ നിന്നെന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ല, നിന്നെയും കൂട്ടി അച്ഛൻ അങ്ങോട്ട് പോയപ്പം എന്തെങ്കിലും നിന്നോട് പറഞ്ഞു തന്നോ? അല്ല, പോയ വഴിക്കോ വന്ന വഴിക്കോ നിന്നോട് എന്തെങ്കിലും ബാലചന്ദ്രൻ പറഞ്ഞോന്ന്. അപ്പം രോഹിത് ചോദിക്കുക, അല്ല അമ്മ എന്താ ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്ത് പറഞ്ഞോന്നാ അമ്മ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്തെങ്കിലുമൊക്കെ നിന്നോട് പറഞ്ഞിരുന്നോ? എന്താ സംസാരിച്ചത് നിങ്ങൾ?
ഉടനെ രോഹിത് പറയും, ഓ അതാണ് വലിയ കാര്യം. പല കാര്യങ്ങളും സംസാരിച്ചു. പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മയെ നന്നായിട്ട് നോക്കണം, അനിയത്തിമാരെ നന്നായിട്ട് നോക്കണം, അതുപോലെ തന്നെ അച്ഛന് വയ്യാതിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് നടത്തണം എന്നൊക്കെയാ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ വൈജ പറയാം, ഇത് മാത്രമാണോ നിന്നോട് പറഞ്ഞത്? ഇതെന്തൊരു ഉപദേശമല്ലേ, എന്നും ഇതല്ലേ ഉപദേശം? അതല്ലടാ ചോദിച്ചത്, വേറെന്തെങ്കിലും പ്രത്യേകിച്ച് നിന്നോട് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് എന്നോട് പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല എന്ന് രോഹിത് പറയാം. അപ്പോഴും രോഹിത്തിൻ്റെ മനസ്സിൽ ഇതൊക്കെയുണ്ട് കേട്ടോ. അമ്മ ഈ കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കുത്തി കുത്തി ചോദിച്ചുകൊണ്ട് വരികയാണെന്ന്. അപ്പോഴേക്കും വൈജ ചോദിക്കുക, അല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ അലീനയുടെ വീട്ടിൽ പോയെന്നും അങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ചപ്പം നീ എന്താ എന്നോട് ചോദിച്ചത്? അമ്മ വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചതാണോ എന്ന്. അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുക വൈജ. അപ്പം രോഹിത് പറയാം, അന്നേരം എൻ്റെ വായിൽ അങ്ങനെ വന്നു. അല്ല അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിലും അമ്മ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമോ എന്നാ ഞാൻ ചോദിച്ചത്. അല്ല അലീന ചേച്ചിയെക്കുറിച്ചും അലീന ചേച്ചിയുടെ അമ്മയെക്കുറിച്ചും ഒക്കെ അമ്മ വളരെ മോശമായിട്ട് പറഞ്ഞപ്പം അമ്മയും അങ്ങനെയായിരുന്നെങ്കിൽ അമ്മ ഇത് വിളിച്ച് പറയുമായിരുന്നോ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ ചോദിക്കുമോ, ഓ നിനക്ക് അങ്ങനെയൊക്കെ പറയാല്ലേ, നീ അവളുടെ വീട്ടിൽ പോയി താമസിക്കുകയാണ്, അമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നിന്റെ അച്ഛൻ്റെ പെരുമാറ്റം നീ മനസ്സിലാക്കിയില്ലേ? അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അച്ഛൻ എന്തിനാ അവളുടെ അടുത്ത് പോയി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പം രോഹിത് പറയാം, അമ്മയും അച്ഛനോട് അങ്ങനെ തന്നെയല്ലേ പെരുമാറുന്നത്. ഞാൻ ഇന്ന് വരെ അമ്മ അച്ഛനോട് സ്നേഹത്തോട് പെരുമാറി കണ്ടിട്ടേയില്ല. എന്നും വഴക്കും ബഹളവും ഒക്കെയായിരുന്നു. അന്നൊന്നും അച്ഛൻ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പം അച്ഛനും മടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അച്ഛനും തിരിച്ചിങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം ഇത് ശരിയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ വൈജ പറയാ, എന്താടാ ഇത്രയും നാളും ഇല്ലാത്ത ഒരു മാറ്റം എന്തുകൊണ്ടാണ് ബാലചന്ദ്രന് ഇപ്പോൾ ഉണ്ടായത്? അലീന വന്നതിന് ശേഷമല്ലേ ഈ മാറ്റം ഉണ്ടായത്? എൻ്റെ ആരോഗ്യമെല്ലാം നശിച്ച് ഞാൻ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും അലീന വേലക്കാരി അതിൽ സുന്ദരിയായിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും എന്നോട് വെറുപ്പും ദേഷ്യവും കാണിക്കുന്നു. അതല്ലേടാ ഉണ്ടായത് എന്ന് ചോദിക്കുക. അപ്പം രോഹിത് പറയാ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമായിട്ട് അമ്മ വിചാരിച്ചോ? അമ്മ കാണിക്കുന്ന പോലെ തന്നെ അച്ഛനും തിരിച്ച് കാണിക്കുന്നു. ഇത്രയും നാളും അമ്മ അച്ഛനോട് ഇങ്ങനെ തന്നെ കാണിച്ചു, അതുപോലെ തന്നെ അച്ഛനും ഇങ്ങനെ തന്നെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയാ. അപ്പോൾ ഉടനെ തന്നെ വൈജയ്ക്ക് ദേഷ്യം വരിക. വൈജ ചോദിക്കുക, നീയൊക്കെ ഇങ്ങനെയൊക്കെ പറയടാ, നീയൊക്കെ ജനിച്ച് മലവും മൂത്രമൊക്കെ ഒഴിച്ച് കിടന്നപ്പോൾ നിന്നെയൊക്കെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ച് വൃത്തിയാക്കി അസുഖം വരുമ്പോൾ ഉറക്കമില്ലാതെ കാത്തിരുന്ന് ആഹാരം വായി കുത്തിക്കയറ്റി തന്നിട്ടില്ലേ ഞാൻ? അങ്ങനെയൊക്കെയല്ലേ നിന്നെ വളർത്തിക്കൊണ്ട് വന്നത്? എന്നിട്ട് നീയൊക്കെ തള്ളയോട് ഇങ്ങനെ തന്നെ പറയണോടാ, ഇങ്ങനെ തന്നെ പറയണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ രോഹിത് പറയും, ഓഹോ അമ്മ ഇത്ര കണക്ക് പറയാനൊന്നുമില്ല, അല്ലേലും അത് അമ്മയുടെ ഡ്യൂട്ടിയല്ലേ, അമ്മ പ്രസവിച്ചതല്ലേ ഞങ്ങളെയൊക്കെ, അപ്പം മലവും മൂത്രമൊക്കെ എടുത്ത് വൃത്തിയാക്കി കൊണ്ട് നടക്കേണ്ട അമ്മയുടെ ഡ്യൂട്ടി തന്നെയാണ്. അത് മൃഗങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. മൃഗങ്ങളൊക്കെ കാണാമല്ലേ അതിൻ്റെ കുഞ്ഞിനെ നക്കി തുടച്ചെടുക്കുന്നത്. ഏത് ജീവിയും പ്രസവിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതെല്ലാം ചെയ്തില്ല എന്നുണ്ടെങ്കിലേ ആ കുഞ്ഞ് അവിടെ കിടന്ന് മരിച്ചു പോകും. അത് തന്നെയാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നത്. അമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ അമ്മ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തോ വലിയ പുണ്യകാര്യം ചെയ്ത പോലെ. ഞങ്ങളെയൊക്കെ പ്രസവിച്ചത് അമ്മയാണെങ്കിൽ ഞങ്ങളെയൊക്കെ വളർത്തേണ്ട ഡ്യൂട്ടി അമ്മയ്ക്ക് തന്നെയായിരുന്നു. അതിനിപ്പം ഇത്ര കണക്ക് പറയാനുണ്ടോ എന്ന് രോഹിത് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ വൈജ പറയാ, നീയൊക്കെ ഇപ്പം ഇത്രയ്ക്കൊക്കെ പറയാറായി, അവളെ കൊണ്ടുണ്ട്, ആ അലീനെ കണ്ടുണ്ട്, അതല്ലേടാ സത്യം എന്ന് പറയുമ്പോൾ രോഹിത് പറയും, എന്തമ്മ വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല, അമ്മയുടെ ഭാഗത്ത് 100% തെറ്റുണ്ട്, അതുകൊണ്ട് തന്നെ അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയാം. എന്തച്ഛൻ പെരുമാറുന്നതെന്നാണ് നീ പറയുന്നത്? ഞാൻ എന്ത് പെരുമാറിയിട്ടാ ബാലചന്ദ്രൻ ഇങ്ങനെ പെരുമാറുന്നത്? സുന്ദരിയായ വേലക്കാരിയെ കണ്ടപ്പം അവളുടെ പുറകെ പോകുന്നതാണോടാ നിന്റെ അച്ഛൻ ചെയ്യുന്നത് ശരി? അപ്പോൾ രോഹിത് പറയാം, അമ്മ ദയവേത് എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇനിയും ഈ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല, അതുകൊണ്ട് പോകാൻ പറയാം. അപ്പോൾ ഉടനെ വൈജ പറയാം, ശരി ഞാൻ പോയേക്കാം, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് വൈജ ഇറങ്ങിപ്പോകുമ്പോൾ, ശരി പോയിക്കോ, ഇനി വന്ന് എൻ്റെ വാതിലിൽ മുട്ടരുത്, എനിക്കൊന്ന് ഉറങ്ങണം എന്ന് രോഹിത് പറഞ്ഞ് വാതിൽ വലിച്ചടച്ചേച്ച് കയറി കിടക്കുകയാണ്. വൈജയ്ക്ക് ആകെപ്പാടെ വല്ലാതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. രോഹിത്തിനോട് ഇത്രയൊക്കെ ബഹളം വെച്ചെങ്കിലും വൈജയുടെ മനസ്സിൽ മുഴുവൻ കിടക്കുന്നത് രോഹിത്തിൻ്റെ ആ ചോദ്യമാണ്, അമ്മ വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചതല്ലേ എന്നുള്ള ചോദ്യം. അത് ഇവൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാവുമോ, ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ
ആകെ വിറങ്ങലിച്ചാണ് കേട്ടോ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങുക വൈജ. ഇറങ്ങി സ്വന്തം മുറിയിൽ പോയി കിടക്കുകയാണ്. കിടക്കുമ്പോഴും വൈജയ്ക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. വൈജ തിരിച്ചും മറിഞ്ഞും കിടക്കുകയാണ്. എന്താ ഇവിടെ സംഭവിച്ചത്? എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാതെ പറ്റില്ല. പഴയ കാര്യങ്ങൾ വൈജ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ. അന്ന് ആഗ്രയിൽ പോയതും സ്റ്റാൻലിയുമായിട്ട് പരിചയപ്പെട്ടതും അതിനുശേഷം സ്റ്റാൻലിയുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയതും ഗർഭിണിയായതും ആ സമയത്ത് 10 ദിവസം എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയ സ്റ്റാൻലി പിന്നെയും വരാതിരുന്നപ്പോൾ 12-ാം പൊക്കം ഗംഗേട്ടനും ശിവേട്ടനും വന്ന് വാതിലിൽ മുട്ടിയപ്പോൾ താൻ വാതിൽ തുറന്നതും തൻ്റെ വീർത്ത വയറ് കണ്ട് അവർ ഞെട്ടി നിന്നതും ആ ദൃശ്യങ്ങളൊക്കെ വൈജയുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും വൈജയുടെ കൂടെ അവരവിടെ താമസിക്കുകയും കുറച്ച് ദിവസം കൂടെ സ്റ്റാൻലിയെ നോക്കിയിട്ട് നാട്ടിലേക്ക് പോകാമെന്ന് വൈജ അവരെ സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട് സ്റ്റാൻലി ആയിട്ടുള്ള വിവാഹം അച്ഛനോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും നടത്തി തരാം. അതിനായിട്ട് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകാം, പുനലൂർക്ക് ഞങ്ങൾ പോകാം. അതുവരെ നെടുമങ്ങാട്ട് വന്ന് നിൽക്കാൻ പറയാണ് വൈജയോട്. അപ്പോൾ വൈജ പറയുന്നുണ്ട് ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറയാണ്. സ്റ്റാൻലി ആയിട്ടുള്ള വിവാഹം നടത്തി തരാമെന്നുള്ള ഉറപ്പിൽ ശിവേട്ടനും ഗഗേട്ടനും കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതും നെടുമങ്ങാട്ട് രാവുണ്ണി അമ്മാവൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നതും. അല്ലാതെ വീട്ടിലേക്ക് ചെന്നാൽ അവിടെ ഇങ്ങനെ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിട്ട് ചെല്ലുമ്പം നാട്ടുകാരെല്ലാം അറിയുമല്ലോ, നാണക്കേടാവുമല്ലോ. അതുകൊണ്ട് ആ വിവരം ആരും അറിയാതിരിക്കാൻ രാവുണ്ണി അമ്മാവൻ്റെ വീട്ടിൽ കൊണ്ട് തന്നെ താമസിപ്പിക്കുന്നതും എല്ലാം. അതിനുശേഷം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞ അച്ഛനും എല്ലാവരും പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് നിങ്ങളുടെ വിവാഹം എന്തായാലും നടത്തിത്തരാം, സ്റ്റാൻലിയുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ എന്ന്. അങ്ങനെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവർ. പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും പറയുന്നു വിവാഹത്തിന് അവർക്കാർക്കും ഒരു താല്പര്യമില്ല. അവർ അച്ഛനെയും അതുപോലെ ശിവേട്ടനെയും ഗംഗേട്ടനെയും ഒക്കെ അപമാനിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. സ്റ്റാൻലിയെ കാണാനും പറ്റിയിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇല്ല, സ്റ്റാൻലി വരും, സ്റ്റാൻലിയുടെ ആയിട്ടേ വിവാഹം നടക്കുള്ളൂ എന്ന്. അത് കഴിഞ്ഞ് ഒരു ദിവസം പിന്നെ വന്ന് പറയുന്നുണ്ട് സ്റ്റാൻലിയുടെ വിവാഹ നിശ്ചയമായെന്നും മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹം ഉറപ്പിച്ചു എന്നുള്ള കാര്യവും വിവാഹ കുറിയും ആയിട്ട് വന്ന് കാണിക്കുകയും അത് കാണുമ്പോൾ വൈജ ഒരുപാട് പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രസവത്തിന് 9 ദിവസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ആ സമയത്ത് വൈജ നിർബന്ധം പിടിക്കുന്നുണ്ട് ഞാൻ സ്റ്റാൻലിയെ പോയി കാണും, സംസാരിക്കും, ആ വിവാഹം നടത്തും. ആ സ്റ്റാൻലി അതിന് സമ്മതിക്കും, മറ്റാരോ നിർബന്ധിച്ചിട്ടാണ് സ്റ്റാൻലി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആ സമയത്ത് അന്ന് രാത്രി തന്നെ വൈജയ്ക്ക് പ്രസവ വേദന വരികയാണ്. പ്രസവ വേദന വരുമ്പോൾ വണ്ടിയിൽ ശിവേട്ടനും ഗംഗേട്ടനും കൂടെ വൈജയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നെ എല്ലാം ഒരു മായ കാഴ്ച പോലെയാണ് വൈജയ്ക്ക് തോന്നുന്നത്. എന്തൊക്കെയോ സംഭവിക്കുന്നു. താൻ വണ്ടിയിലെ വേദന കൊണ്ട് പുളയുന്നു. അതിനുശേഷം ആശുപത്രിയിലെത്തുന്നു. താൻ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇതെല്ലാം വൈജയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ വൈജ പ്രസവിച്ചതിന് ശേഷം ബോധം വീഴുമ്പോഴേക്കും കുഞ്ഞ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ കുഞ്ഞു മരിച്ചുപോയി. പേഷ്യൻറ്റിനെ തന്നെ രക്ഷിക്കാൻ പറ്റിയത് ഭാഗ്യമാണ്. അമ്മയും കുഞ്ഞും നഷ്ടപ്പെടേണ്ടതായിരുന്നു, പക്ഷേ അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല. അത് തന്നെ വലിയ കാര്യമാണ്. കുഞ്ഞ് മരിച്ചുപോയി എന്ന് ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് വൈജയോട്. വൈജ ആകെപ്പാടെ വിഷമിക്കുകയാണ്. വൈജ അപ്പോഴും സ്റ്റാൻലിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോഴറിയുന്നത് സ്റ്റാൻലിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് കേട്ടോ. സ്റ്റാൻലി തന്നെ ചതിക്കുകയായിരുന്നെന്നും വൈജ അറിയാണ്. ഒഴിഞ്ഞ വയറിൽ കൈ വെച്ചുകൊണ്ട് വൈജ കരയുന്നുണ്ട് കേട്ടോ. വൈജ പറയാണ് എന്ത് പറയും ഞാൻ സ്റ്റാൻലിയോട്, ഞാൻ നിറവയറുമായിട്ട് എന്നെ കണ്ടിട്ട് പോയതാണ് സ്റ്റാൻലി. ഇപ്പോൾ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് ഇല്ലാതായിരിക്കുകയാണ്. നിറവയറുമായിട്ട് ആശുപത്രിയിലേക്ക് വന്നിട്ട് ഒഴിഞ്ഞ വയറുമായിട്ട് പോകുന്ന ഒരമ്മയുടെ വിഷമം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് വൈജ. അങ്ങനെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ കുറേ നാൾ വൈജ അങ്ങനെ പോവുകയാണ്. അതിനുശേഷം ശിവേട്ടൻ വൈജയെ ആഗ്രയിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴും വൈജ ആകെ മൊത്തം ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ തന്നെയാണ്. ആരോടും ഒന്നും ഭക്ഷണം കഴിക്കുകയും ആരോടും സംസാരിക്കുകയും ഒന്നും ചെയ്യാതെ കുറേ ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. അങ്ങനെ ഭക്ഷണം ഇടയ്ക്ക് കഴിക്കുകയും എണീക്കുകയും പിന്നെയും കിടക്കുകയും അല്ലാതെ ഒന്നിലും ഒരു ആക്റ്റീവും അല്ലാതെ അങ്ങനെ കുറേ കാലം താൻ ജീവിച്ചു പോയി. അതിനൊക്കെ ശേഷമാണ് പിന്നെ ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹം ആലോചിക്കുന്നത്. ആരെയും വിവാഹം കഴിക്കാൻ താൻ തയ്യാറല്ലെന്നും ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ലെന്നും വൈജ തീർത്ത് പറയുന്നുണ്ടെങ്കിലും വൈജയുടെ അച്ഛനും ആങ്ങളുമാരും ചേർന്ന് വൈജയെ ബാലചന്ദ്രനുമായിട്ട് വിവാഹം കഴിക്കുകയാണ് കേട്ടോ. അതേസമയം ബാലചന്ദ്രൻ ആദ്യ രാത്രി തന്നെ മുറിയിലേക്ക് എത്തുമ്പോൾ വൈജയ്ക്ക് ബാലചന്ദ്രനോട് ഒരു തരം പുച്ഛവും ദേഷ്യവും ഒക്കെയായിരുന്നു. ആ ദേഷ്യവും പുച്ഛവും ഇതുവരെ ബാലചന്ദ്രനോടുള്ളത് മാറിയിട്ടില്ല വൈജയ്ക്ക്.
അന്നേ താൻ ബാലചന്ദ്രനെ വെറുത്തതാണ്. തൻ്റെ മനസ്സിൽ സ്റ്റാൻലി മാത്രമേ ഉള്ളായിരുന്നു. 23 വർഷങ്ങൾക്ക് മുമ്പ് ആ മുഖവും താൻ മായ്ച്ചതാണ്. നന്നായിട്ട് മഷിയിട്ട് മായ്ച്ച് കളഞ്ഞതാണ് എന്നൊക്കെ വൈജി ഓർക്കുക. ഇനി ഒരിക്കലും കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചാണ് സ്റ്റാൻലിയെ. ഇപ്പോഴും ആ ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് തള്ളി കയറി വരികയാണ്. ഇതിലെന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയണം. ഇതിൻ്റെ ബാക്കി എന്താണെന്ന് എനിക്കറിയണം. ഗംഗേട്ടനെ പോയി കാണണം. ഗംഗേട്ടൻ ഈ വിവരമെങ്ങാനും ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടാവുമോ? ബാലചന്ദ്രൻ അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കുമോ തന്നോട് പെരുമാറുന്നത്? എന്തായാലും എനിക്കിതിൻ്റെ ബാക്കി അറിയണം എന്ന് വൈജ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വൈജ വല്ലാത്തൊരവസ്ഥയിൽ കൂടി പോവാണ് കേട്ടോ. അതിനുശേഷം ഇനി വൈജ ഗംഗേട്ടനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ അറിയുന്നുമുണ്ട് കേട്ടോ. വൈജ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ച പെൺകുട്ടി മരിച്ചിട്ടില്ല എന്നും ഒരനാഥാലയത്തിൽ അത് വളരുന്നുണ്ടെന്നുള്ള നഗ്നമായ സത്യം വൈജ അറിയുമ്പോൾ പിന്നെ വൈജയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ആവുകയാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്